ഇറാൻ അമേരിക്ക കരാർ നിലവിൽ വന്ന ശേഷം വീണ്ടും കപ്പലിന് നേരെ ആക്രമണം. ഒമാൻ തീരത്തെ ചരക്ക് കപ്പലിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഒമാൻ തുറന്ന സുരക്ഷിത നാവികപാതയിലാണ് ആക്രമണം നടന്നത്. ചരക്ക് കപ്പലിന് നേരെ അജ്ഞാത വസ്തു ഉപയോഗിച്ച് ആക്രമണം ഉണ്ടായതായി ബ്രിട്ടന്റെ യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് കേന്ദ്രം സ്ഥിരീകരിച്ചു. വ്യാഴാഴ്ച ഒമാന്റെ തെക്കുകിഴക്കൻ മേഖലയിലാണ് സംഭവം. ആക്രമണത്തിൽ കപ്പലിന്റെ ബ്രിഡ്ജ് ഭാഗത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ഒമാനിലെ ദാഹി തീരത്ത് നിന്ന് ഏകദേശം 7.5 നോട്ടിക്കൽ മൈൽ തെക്ക് കിഴക്കായാണ് ആക്രമണം ഉണ്ടായത്. ചരക്ക് കപ്പലിന്റെ വലതുഭാഗത്ത് അജ്ഞാത വസ്തുവന്ന് പതിച്ചെന്നും ഇത് കപ്പലിന്റെ നിയന്ത്രണ കേന്ദ്രമായ ബ്രിഡ്ജിന് നാശനഷ്ടമുണ്ടാക്കിയെന്നും റിപ്പോർട്ടുണ്ട്. ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും എണ്ണച്ചോർച്ചയോ മറ്റ് നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ലെന്നും അധികൃതർ അറിയിച്ചു. അതേസമയം ആക്രമണത്തിന് ഉത്തരവാദി ഇറാനെന്ന് അമേരിക്ക ആരോപിച്ചു. ഇറാനാണ് കപ്പലിനെ ആക്രമിച്ചതെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. തീരുമാനിച്ച വഴികളിലൂടെ അല്ലാതെ കപ്പലുകൾ സഞ്ചരിച്ചാൽ സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ പറ്റില്ലെന്ന് കടലിടുക്ക് നിയന്ത്രിക്കാൻ നിയോഗിച്ച ഇറാൻ സ്ഥാപിച്ച കമ്മിറ്റി നേരത്തെ പറഞ്ഞിരുന്നു. ഉത്തരവാദിത്തം കപ്പലിന്റെ ഉടമകൾക്കായിരിക്കുമെന്ന് പേർഷ്യൻ ഗൾഫ് സ്ട്രൈറ്റ് അതോറിറ്റിയും എക്സിൽ കുറിച്ചു. അനൌദ്യോഗികമായ വഴികളിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെ വരുന്ന ഏത് പ്രശ്നത്തിന്റെയും ഉത്തരവാദികൾ ആ കപ്പലിന്റെ ഉടമയും മാസ്റ്ററും ഓപ്പറേറ്റും ആയിരിക്കുമെന്നും PGSA കുറിച്ചു. അതേസമയം നേരത്തെ തീരുമാനിച്ച 11,000-ഓളം വരുന്ന കപ്പൽ തൊഴിലാളികളെ ഒഴിപ്പിക്കുന്നത് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ പറഞ്ഞു. നിരവധി ബോട്ടുകൾ ഇതിനകം ഒഴിപ്പിച്ചിട്ടുണ്ടെന്നും എന്നാൽ ഇനി ഹോർമൂസിൽ തുടരണമെങ്കിൽ ആവശ്യമായ സുരക്ഷാ ഉറപ്പുകൾ ലഭിക്കണമെന്നും IMO മേധാവി ആർസെനിയോ ഡൊമിൻഗസ് പറഞ്ഞു. ഫെബ്രുവരിയിൽ ആരംഭിച്ച US ഇറാൻ സംഘർഷത്തിന് പിന്നാലെ നൂറുകണക്കിന് കപ്പലുകളും ആയിരക്കണക്കിന് തൊഴിലാളികളും ഗൾഫിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അമേരിക്ക ഇറാൻ കരാറിന് പിന്നാലെ ചൊവ്വാഴ്ചയാണ് ഒഴിപ്പിക്കൽ തുടങ്ങുന്നുവെന്ന് IMO അറിയിച്ചത്. ഇറാൻ, ഒമാൻ, അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ സഹകരണത്തോടെ മാത്രമേ വലിയ രീതിയിൽ പ്രവർത്തനം നടത്താൻ സാധിക്കുകയുള്ളൂവെന്ന് IMO അറിയിച്ചിരുന്നു. അതേസമയം മുൻകൂർ അനുമതിയില്ലാതെ ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലുകൾ കടന്നു പോകരുതെന്ന് മുന്നറിയിപ്പുമായി ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് രംഗത്തെത്തി. നിർദ്ദേശം ലംഘിക്കുന്ന കപ്പലുകൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും അന്താരാഷ്ട്ര സമുദ്ര സംഘടനയുമായി ചേർന്ന് തയ്യാറാക്കിയ പുതിയ കപ്പൽ ചാലിനെ ഇറാൻ ശക്തമായി വിമർശിക്കുന്നതായും IRGC പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ 100-ലേറെ ദിവസം നീണ്ടുനിന്ന യുദ്ധത്തെ തുടർന്ന് തടസ്സപ്പെട്ട ഹോർമൂസ് കടലിടുക്കിന്റെ ഭാവി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാന ചർച്ചകളിലെ പ്രധാന തർക്ക വിഷയമായി തുടരുന്നതിനിടയിലാണ് ഇറാന്റെ പുതിയ നീക്കം. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള യാത്രയ്ക്ക് ഭാവിയിൽ മാരിടൈം സർവീസ് ഫീസുകൾ ഈടാക്കാനാണ് ഇറാൻ പദ്ധതിയിടുന്നത്. എന്നാൽ ഇത് അന്താരാഷ്ട്ര കപ്പൽ ചാലായതിനാൽ യാതൊരുവിധ നികുതിയോ ഫീസോ ഈടാക്കാൻ അനുവദിക്കില്ലെന്നാണ് അമേരിക്കയുടെ നിലപാട്. ഇറാൻ പ്രഖ്യാപിച്ച പാത മാത്രമാണ് ഔദ്യോഗികമെന്നും അനുമതിയില്ലാതെയുള്ള യാത്രകൾ അങ്ങേയറ്റം അപകടകരമാണെന്നും റവല്യൂഷണറി ഗാർഡ്സ് വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം ലൈബീരിയൻ എണ്ണക്കപ്പലായ സ്റ്റോയിക് വാരിയർ ഒമാൻ തീരത്തോട് ചേർന്ന് പുതിയ പാതയിലൂടെ ഹോർമൂസ് കടലിടുക്ക് വിജയകരമായി പിന്നിട്ടിരുന്നു. ഇതാണ് ഇറാന്റെ പെട്ടെന്നുള്ള പ്രകോപനത്തിന് കാരണം. UAE ഒമാൻ തീരങ്ങളോട് ചേർന്ന് ഒമാന്റെ മുസന്തം പെനിൻസുല വഴിയാണ് കപ്പൽ യാത്ര ചെയ്തത്. അന്താരാഷ്ട്ര സമുദ്ര സംഘടനയും ഒമാനും ചേർന്ന് സുരക്ഷിത യാത്രയ്ക്കായി രൂപകൽപ്പന ചെയ്തതാണ് ഈ പുതിയ പാത. യുദ്ധം തുടങ്ങിയത് മുതൽ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കും ശത്രുക്കൾക്കും മേൽ സമ്മർദ്ദം ചെലുത്താൻ ഇറാൻ ഉപയോഗിക്കുന്നത് ഈ സമുദ്രപാതയാണ്. ഭാവിയിൽ സമാധാന കരാർ ഉണ്ടായാൽ പോലും ഹോർമൂസിലെ തങ്ങളുടെ നിയന്ത്രണവും മേധാവിത്വവും വിട്ടുകൊടുക്കാൻ ഇറാൻ തയ്യാറല്ലെന്നാണ് സൂചന. ലോകത്തെ ആകെ അസംസ്കൃത എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും 20% കടന്നു പോകുന്ന അതീവ പ്രാധാന്യമുള്ള പാതയാണിത്. ഏറ്റവും വീതി കുറഞ്ഞ ഭാഗത്ത് ഇതിന് വെറും 30 കിലോമീറ്റർ മാത്രമാണ് വിസ്തീർണമുള്ളത്. നിലവിൽ ഇറാന്റെ തീരത്തോട് ചേർന്നുള്ള പാത മാത്രമാണ് ഇറാൻ അംഗീകരിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.